ഒരു ശരാശരി മനുഷ്യൻ എപ്പോഴും അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ടാവും, ഒരു കാരണമുണ്ടാവും. അത് ഇമോഷണലി ബാക്കപ്ഡ് ആയിട്ടുള്ള ഒരു സാധനം കൂടി ആയിരിക്കും പല കേസുകളിലും. ഉദാഹരണത്തിന്, ഒരാൾ പാട്ട് പാടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് പാട്ട് പാടുന്നതിനൊരു പ്രത്യേക റീസണുണ്ട്. എന്താണ്? ഒരു പാട്ടുകാരനാവണം, എല്ലാവരും അയാളെ മതിക്കണം, എല്ലാവരും ഒരു വലിയൊരു ഒരു പാട്ടിൻ്റെ ഏറ്റവും മുകളിലെ തലപ്പത്ത് എത്തണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരാൾ പഠിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ജോലിയിൽ പ്രവേശിച്ച് ഏറ്റവും ഹയർ സാലറി, ചില ആൾക്ക് സാലറി ആയിരിക്കും മുഖ്യം, ചില ആളുകൾക്ക് അവിടുത്തെ ഉണ്ടാകുന്ന പവറായിരിക്കും മുഖ്യം. അങ്ങനെ എപ്പോഴും ഒരു ശരാശരി മനുഷ്യൻ അയാളുടെ ഈഗോയെ അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിന് സന്തോഷം കിട്ടുവാനും വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈഗോയ്ക്ക് വേണ്ടിയാണ്, ഈഗോയ്ക്ക് പ്ലഷർ കിട്ടാൻ, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ അവെയർ ആവുമ്പോൾ, കൂടുതൽ സ്പിരിച്വൽ ആവുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു ഹൈ അല്ലെങ്കിൽ പീസ്, ഈ ഒരു സാധനം കിട്ടാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വെറുതെ ഇരുന്നാലും നമുക്ക് സന്തോഷമാണ്, നമ്മൾ ഓടിക്കൊണ്ടിരുന്നാലും നമുക്ക് സന്തോഷമാണ്, നമ്മൾ പാട്ട് പാടിയാലും നമുക്ക് സന്തോഷമാണ്, എപ്പോഴും നമുക്ക് സന്തോഷമാണ്. നമുക്ക് പുറത്തു നിന്നും ഒന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമെന്നുള്ള ഭയവുമില്ല. അതും ഒരു സംഭവമാണ്. നമുക്കുള്ള ഒരു സംഭവം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ആളുകൾ ഒരുപാട് അധ്വാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനോ നഷ്ടപ്പെടാനോ ഇല്ല. അല്ലെങ്കിൽ അതങ്ങനെ ഒരു സാധനം കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും നമുക്ക് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു പീസ്, ആ ഒരു എനർജി, എന്ത് വേണമെങ്കിലും വിളിക്കുക, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ, പല പേരുകളിട്ട് വിളിക്കുക എന്നുള്ളതല്ലാതെ. അപ്പോൾ അതെപ്പോഴും ഉള്ള സ്ഥിതിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ എങ്ങനെയാണ് പിന്നീട് ജീവിക്കുന്നത്? എപ്പോഴും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, ജീവിക്കണമല്ലോ. ആഹാരം വേണം, പൈസ വേണം, എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും വേണ്ടാത്ത കാര്യമൊന്നുമല്ല. ഇതാണ് ഏറ്റവും വലുതല്ലെങ്കിൽ അത് ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനോ അത് കിട്ടിയാൽ എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ള ചിന്തകൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു വ്യക്തി അയാളുടെ കർമ്മം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആ കർമ്മം ചെയ്യാൻ വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ആ ജീവിതവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഓരോ സെക്കൻഡും അയാൾക്ക് ആ ഒരു പീസ് അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു പീസിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പീസിന് വേണ്ടി എന്നേ പറയുന്നില്ല, ആ പീസിൽ നിന്നുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, പാട്ടാണെങ്കിൽ പാട്ട്, എന്താണെങ്കിലും. സോ അതാണ് ഒരു സ്പിരിച്വൽ ബീയിങ്ങിൻ്റെയും ഒരു നോർമൽ ശരാശരി മനുഷ്യൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ശരാശരി മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അയാൾക്ക് ഈ ഒരു സംഭവം കിട്ടുമ്പോൾ കിട്ടുന്ന പ്ലഷർ അല്ലെങ്കിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹൈ അല്ലെങ്കിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് തീർച്ചയായിട്ടും വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ കിട്ടിയ സാധനം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ സ്പിരിച്വലായിട്ടുള്ള ഒരാൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ജീവിതമായിട്ട് ഇടപഴകുന്നു, കിട്ടാൻ വേണ്ടിയ സാധനങ്ങൾ കിട്ടുന്നു. ഇനി അതില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി കൂടുതൽ തന്നെ വന്നാൽ അധിക സന്തോഷമില്ല. കാരണം സന്തോഷം എപ്പോഴും ഉള്ളിലുള്ള സാധനമാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടാണ് സന്തോഷം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ ഇല്ലാതായി പോകുന്നത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.